നമസ്കാരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കോൺഗ്രസിലെ തലമുറ മാറ്റത്തെ സംബന്ധിച്ചിട്ട്. 2026 UDF അധികാരത്തിൽ എത്തുന്ന സമയത്ത് മുതിർന്ന നേതാക്കന്മാരെ എല്ലാം മാറ്റി പുതിയ തലമുറയിൽപ്പെട്ട നേതാക്കന്മാർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തും അതോടൊപ്പം തന്നെ മന്ത്രിമാരും MLA-മാരും ഒക്കെ ആയിട്ട് വരണം എന്നുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിൻ്റെ ആ നീക്കത്തെ നമ്മൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. പക്ഷെ ചില ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. 1920 കേരളത്തിൽ ആദ്യമായി KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടാവുന്നത്. അത് K. മാധവൻ നായരായിരുന്നു. അതിനുശേഷം KP കേശവ മേനോൻ, അതോടൊപ്പം തന്നെ AV കുട്ടിമാളു അമ്മ, അങ്ങനെ ഒരുപാട് ആളുകൾ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് KPCCയുടെ മുഴുവനായിട്ടുള്ള ചരിത്രമോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവനായ ചരിത്രമോ ഒന്നും നമുക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒന്നല്ല. പക്ഷേ നമ്മൾക്കറിയാവുന്ന കഴിഞ്ഞ ഒരു 25 വർഷത്തെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ അല്ലെങ്കിൽ UDFന്റെ ഒക്കെ കേരളത്തിലെ ഒരു പോരാട്ടങ്ങളെക്കുറിച്ചും അവർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇവർ എങ്ങനെ അധികാരത്തിലെത്തി എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ നമ്മളത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും പുതുതലമുറയിൽപ്പെട്ടിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ നേതാക്കന്മാർ പലരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ടാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പും കോൺഗ്രസിന് ഒരു ചരിത്രമുണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഒന്നുമല്ലാതായി പോകേണ്ട അവസ്ഥയിൽ നിന്നും ആ കോൺഗ്രസിനെ കൈപിടിച്ചു മുകളിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കാണ് ഈ ചരിത്രം ഒന്ന് പറഞ്ഞു പോകണം എന്ന് തോന്നിയത്. നമുക്ക് വലിയ ചരിത്രങ്ങളിലേക്കൊന്നും പോകണ്ട, ഒരു കാര്യം മാത്രം നമുക്ക് പറഞ്ഞു വെക്കാം. 2005 കേരളത്തിലെ കോൺഗ്രസിനകത്ത് നടന്ന ഏറ്റവും വലിയ പിളർപ്പായിരുന്നു കോൺഗ്രസിന്റെ ഭീഷ്മാചാര്യനായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലീഡറായിരുന്നിട്ടുള്ള ശ്രീ K. കരുണാകരൻ കോൺഗ്രസ് വിട്ട് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടി രൂപീകരിച്ച സമയം കേരളത്തിലെ എനിക്ക് തോന്നുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒട്ടുമിക്ക പഞ്ചായത്തുകളും ഭരണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ UDFനുണ്ടായി. കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DICയുടെ നേതാക്കന്മാരെല്ലാം പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ആളുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായിരുന്നിട്ടുള്ള ആളുകൾ ഒക്കെ തങ്ങളുടെ ഭരണസമിതിക്ക്, അതായത് UDFന്റെ ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിക്കുന്ന ഒരു സന്നിഗ്ധ ഘട്ടം, കോൺഗ്രസ് എന്തായി തീരും എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥ. കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കന്മാരും ലീഡറോടൊപ്പം DIC എന്ന പാർട്ടിയിലേക്ക് എത്തിച്ചേർന്ന സമയം കേരളത്തിൽ DIC നടത്തുന്ന റാലികളിലേക്ക് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഓടിയെത്തുന്ന സമയം, കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും പകച്ചു നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് KPCC പ്രസിഡന്റായിട്ട് അന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നിയമിച്ച ആളുടെ പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹമായിരുന്നു 2016 മുതൽ 2021 വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യം കൂടി പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 2005 മുതൽ KPCC പ്രസിഡന്റായ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങൾ 2005 മുതൽ 2014 വരെ ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ KPCC പ്രസിഡന്റായിട്ട് തുടർന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം 2006 അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ്, അന്ന് VS അച്യുതാനന്ദന്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയും കൂടെ നടത്തിയ പോരാട്ടങ്ങളുടെ എല്ലാം ബാക്കിപത്രമാണ് 2011 UDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. 2005 രൂപീകരിച്ച DIC 2006 തന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഘടകകക്ഷിയായിട്ട് മത്സരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പക്ഷെ 18 സീറ്റിൽ മത്സരിച്ച DICക്ക് ഒരു സീറ്റ് മാത്രം നേടാനായിട്ടാണ് സാധിച്ചിട്ടുള്ളത്. പിന്നീട് ശ്രീ K. കരുണാകരനും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ശ്രീ K. മുരളീധരനും ഒക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയത് ചരിത്രമാണ്. അതെനിക്ക് തോന്നുന്നു പുതുതലമുറയിലെ കോൺഗ്രസ്സുകാർക്കും അറിയാവുന്ന ചരിത്രം തന്നെയാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തുന്നു. അതിനു മുമ്പായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാനുണ്ട്. ശ്രീ KC വേണുഗോപാൽ 2000 വരെ, എനിക്ക് തോന്നുന്നു 1993 മുതൽ 2000 വരെ ശ്രീ KC വേണുഗോപാൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഏറ്റവും മികച്ച ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, അല്ലെങ്കിൽ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു KC വേണുഗോപാൽ എന്നുള്ള കാര്യത്തിൽ ആർക്കും കേരളത്തിൽ സംശയമില്ല. 1993 മുതലല്ല, 1990 മുതൽ തന്നെ കോൺഗ്രസിനകത്ത് ആന്റണിയും ശ്രീ K. കരുണാകരനും തമ്മിലുള്ള ഗ്രൂപ്പ് വൈര്യം ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് KC വേണുഗോപാൽ പ്രവർത്തിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
കൃത്യമായിട്ട് തന്നെ എല്ലാ വർഷങ്ങളിലും അല്ലെങ്കിലും 2 വർഷത്തിലൊരിക്കലെങ്കിലും ഒരു സംസ്ഥാന സമ്മേളനമൊക്കെ നടത്തുവാനായിട്ട് കെ സി വേണുഗോപാലിന് സാധിച്ചിരുന്നു. തുടർന്ന് വന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അത് കെ സി വേണുഗോപാലിന് ശേഷം കുറച്ചു നാളത്തേക്ക് യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ശ്രീ കെ പി അനിൽകുമാർ. കെ പി അനിൽകുമാർ ഇന്ന് നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ശ്രീ ടി സിദ്ദിഖ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ശ്രീ എം ലിജു നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ശ്രീ പി വി വിഷ്ണുനാഥ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ശ്രീ ഡീൻ കുര്യാക്കോസ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആവത്തില്ല. കാരണം അവരൊക്കെ വളരെ സ്തുത്യർഹമായിട്ടുള്ള ഒരു സേവനമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ UDF ഭരിക്കുന്ന സമയത്ത് UDF സർക്കാരിനെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ LDF ഭരിച്ചിരുന്ന സമയത്ത് ആ സർക്കാരിനെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കാനും KPCCക്ക് പിന്തുണയുമായി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് പിന്തുണയുമായിട്ട് മുന്നിട്ട് നിന്നിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ശക്തമായ സമരങ്ങളിൽ എല്ലാ നേതാക്കന്മാർക്കും, ഇപ്പൊ കെ പി അനിൽകുമാർ കോൺഗ്രസിനകത്തില്ല, പക്ഷെ ടി സിദ്ദിഖ് MLA ആയിട്ടുണ്ട്. എം ലിജുവിന് മാത്രമാണ് ഭാഗ്യം തുണയ്ക്കാതെ പോയത്. 2 പ്രാവശ്യം അദ്ദേഹം MLA സ്ഥാനത്തേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ പി വിഷ്ണുനാഥ് ചെങ്ങന്നൂരിൽ MLA ആയി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം കുണ്ടറ MLA ആണ്. 1 പ്രാവശ്യം പരാജയപ്പെട്ടു. ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ നിന്ന് പാർലമെന്റിലേക്ക് 3 പ്രാവശ്യം മത്സരിച്ചുവെങ്കിലും 1 പ്രാവശ്യം പരാജയപ്പെട്ടുവെങ്കിൽ തന്നെയും 2 പ്രാവശ്യം മഹാഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുവരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം അല്ലെങ്കിൽ KPCCയുടെ ചരിത്രം എന്ന് പറയുന്നത് പോരാട്ടങ്ങളുടെ ചരിത്രമായിരുന്നു, കൃത്യമായ സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രമായിരുന്നു. അതിനുശേഷം ഡീൻ കുര്യാക്കോസിന് ശേഷം ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് സ്ഥാനമേറ്റെടുക്കുന്ന അന്ന് മുതലാണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത്, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനകത്ത് സംഘടനാ സംവിധാനങ്ങൾ ഇല്ലാതായി പോയത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത് സ്വതന്ത്രമായി പറയാനുള്ള ആത്മധൈര്യം കാണിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് ഷാഫി പറമ്പിൽ എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായോ അന്നു മുതലാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രസക്തിയും വർദ്ധിച്ചു വന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ റീലിട്ടാൽ അത് സംഘടനാ പ്രവർത്തനമാകുമെന്ന് കേരളത്തിലെ കോൺഗ്രസുകാരെ പറഞ്ഞു പഠിപ്പിച്ച ആളുടെ പേരാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവിനെയോ ഒന്നും നമ്മൾ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ പരാജയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിന് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ളതും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ളതും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീ ഷാഫി പറമ്പിൽ ആയിരുന്നില്ല വരേണ്ടിയിരുന്നത്. A ഗ്രൂപ്പിന്റെ നോമിനിയായിട്ട് അന്ന് വരേണ്ടിയിരുന്ന ശ്രീ JS അഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരനെ കുതികാലി വെട്ടിയതിനു ശേഷമാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള മാങ്കൂട്ടം, ഈ മാങ്കൂട്ടത്തെ കുറിച്ചൊന്നും ഞാനിപ്പോൾ അധികം സംസാരിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. പിന്നീട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന ജനീഷ് കുമാർ, അദ്ദേഹം കുറച്ചൊക്കെ പക്വമായിട്ടുള്ള രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. റീൽസ് ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായ ഒരു സംഘടനാ സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. ഒരു കാര്യം, ഈ തലമുറ മാറ്റത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട യുവജന സിംഹങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലം UDF എന്ന് പറയുന്ന സംവിധാനം ഭരണത്തിന് പുറത്തു നിൽക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരുടെ കഴിവില്ലായ്മയാണ്. ആ കഴിവില്ലായ്മ മറ്റാരുടെയും ദേഹത്ത് പഴിച്ചിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യമാണ്. 2016 മുതൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ ഈ കാലയളവിലൊക്കെ KPCCയുടെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകേണ്ടതുണ്ട്. 2014 മുതൽ 2017 വരെ ശ്രീ VM സുധീരനാണ് കേരളത്തിൽ KPCCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. 2017 മുതൽ 18 വരെ ശ്രീ MM ഹസൻ, 18 മുതൽ 21 വരെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, 21 മുതൽ 25 വരെ ശ്രീ K സുധാകരൻ. ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ 2016 തന്നെ കോൺഗ്രസിന് തുടർഭരണം ലഭിക്കുമായിരുന്നു. ആ തുടർഭരണത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാൾ കൂടിയാണ് VM സുധീരൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം അതിനു മുമ്പ് നടത്തിയിട്ടുള്ള, കോൺഗ്രസിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കഴിഞ്ഞ ദിവസം പോസ്റ്ററൊക്കെ ഒട്ടിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, അത് ഒട്ടിച്ചതാരാണ്? ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ റീൽസ് ഇട്ട് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിട്ടുള്ള ചില ആളുകൾ. അവരാണോ ഇന്ന് കോൺഗ്രസിന്റെ പിതാമഹന്മാരായിട്ട് അറിയപ്പെടുന്നത്? അവരോടുള്ള എല്ലാ എതിർപ്പുകളും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ഒരു നേതാവ് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കേണ്ടത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയുണ്ട്.
കോൺഗ്രസ് ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടിയിട്ട് ശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ള ആളാണ് തന്നെയാണ് അദ്ദേഹം. അതല്ലാതെ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിൻബലത്തോടുകൂടി ഈ നാട്ടിൽ റീൽസ് കുട്ടപ്പന്മാരായിട്ട് വിരസി അവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് എന്ന് ആരെയെങ്കിലും പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ നമ്മൾ പുറംകാലുകൊണ്ട് ചവിട്ടിയെറിയുകയാണ് വേണ്ടത് എന്നാണ് പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഏതൊക്കെയായാലും ഇനി നമുക്ക് ശ്രീ വി ഡി സതീശനെ നിസ്സാരമായിട്ടൊന്നും കാണാൻ സാധിക്കത്തില്ല. 2000-ന് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ കഴിവുകളെയോ അദ്ദേഹത്തിന്റെ സംഘടനാ രീതികളെയോ അദ്ദേഹത്തിന്റെ UDFന്റെ ചെയർമാൻ എന്നുള്ള രീതിയിലുള്ള പോരാട്ടത്തെയോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലുള്ള പോരാട്ടത്തെയോ ഒന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ KPCCയുടെ പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുള്ള പല ആളുകളും അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പിന്തുണ എത്രത്തോളമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് KPCCയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന സപ്പോർട്ട് എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായിട്ട് ഹൈക്കമാൻഡ് ചിന്തിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ കേരളത്തിലെ കോൺഗ്രസിന് തലമുറ മാറ്റം വേണോ എന്ന് ചിന്തിക്കാൻ പാടുള്ളൂ. പഴയ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ കണ്ടം ചെയ്തതിനു ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലെ റീൽസ് കുട്ടപ്പന്മാരെ കോൺഗ്രസിന്റെ MLA-മാരാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനുണ്ടാക്കുക വളരെ വലിയ ഒരു നഷ്ടമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത് നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.